ചൈനയിലെ ഗ്വാങ്സി പ്രവിശ്യയിലുള്ള ഒരു മനോഹരമായിട്ടുള്ള ഗ്രാമമാണ് വിങ്ഷി വില്ലേജ്. ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്തണമെങ്കിൽ ഉള്ള നിയറസ്റ്റ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ എയർപോർട്ട് നന്നിങ് ആണ്. അവിടുന്ന് ഏകദേശം 175 കിലോമീറ്ററോളം ദൂരമുണ്ട് ഇവിടെ എത്താൻ. ഞാൻ എൻ്റെ ടൈറ്റിൽ കൊടുത്ത വേറൊന്നുമല്ല കേട്ടോ, ഈ ഹോട്ടലിൻ്റെ പേരാണ്. ആ പേര് പോലെ തന്നെ പ്രകൃതിയോട് അലിഞ്ഞു ചേരുന്ന വിധത്തിലുള്ള ഒരു ലൊക്കേഷനിലാണ് ഇതുള്ളത്. ഇവിടേക്ക് കയറുമ്പോൾ തന്നെ ആക്ച്വലി ഒരു ഹോട്ടലിൻ്റെ ഒരു ഫീലല്ല, ഒരു വീടിൻ്റെ ഫീലാണ് കേട്ടോ. പിന്നെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഫയർ പ്ലേസ് ഉണ്ട്. രാത്രി നല്ല ഈ തണുപ്പിൽ ഇതിൻ്റെ അടുത്ത് പോയിരിക്കാൻ നല്ല സുഖമാണ്. പിന്നെ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള സൈക്കിളുണ്ട് ഇവിടെ. അപ്പോൾ നമുക്കതെടുത്തിട്ട് ഈ ഗ്രാമമൊക്കെ ചുറ്റി കാണാൻ വേണ്ടിയിട്ട് പോകും. നമുക്ക് രാവിലെ എടുത്തിട്ട് പോയിട്ട് രാത്രി തിരിച്ചു വന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇതാണ് ഞങ്ങളുടെ റൂം. പിന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. അവിടെ വാർഡ്രോബും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കോഫി ബാർ, ഫ്രിഡ്ജ്, അതിൽ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഡ്രിങ്ക്സ് അതെല്ലാം ഉണ്ട്. അപ്പോൾ ഇത് രണ്ട് സൈഡും ഫുൾ ഗ്ലാസ്സാണ്. പനോരമിക് വ്യൂ കിട്ടുന്ന പോലത്തെ ഒരു റൂമാണിത്. ഈ ബാൽക്കണിയിലിരിക്കുമ്പോൾ തന്നെ ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടൊരു ഫീലാണ് കേട്ടോ. ഹോട്ടലിൻ്റെ ജസ്റ്റ് മുന്നിൽ തന്നെ എന്ന് പറയണമെങ്കിൽ ഫുള്ള് വയലാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റി മലകളാണ്. പിന്നെ ബാത്ത് ടബും അതെ, നമുക്ക് പുറത്തേക്ക് വ്യൂ കാണുന്ന രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഏറ്റവും മേലത്തെ ഫ്ലോറിൽ സ്വിമ്മിംഗ് പൂൾ, ക്ലബ് ഹൗസ് ഇതൊക്കെയാണുള്ളത്. ദിവസവും രാവിലെ നമുക്ക് ചൈനീസ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാവുക. ഡംപ്ലിങ്സ്, സ്റ്റീം കേക്ക്, നൂഡിൽസ് അങ്ങനത്തെയൊക്കെ ആയിട്ട്. ചൈനയിലൊരു കുഗ്രാമത്തിൻ്റെ ഫീൽ അറിയണമെങ്കിൽ ഇവിടെ വരാട്ടോ. ഇവിടെ മുഴുവനും ഇങ്ങനെ മലകളും പുഴകളും വയലുകളും കുളങ്ങളും ഒക്കെ നിറഞ്ഞിട്ടുള്ള പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണ്. രാവിലെ നമ്മൾ നീക്കുമ്പോൾ തന്നെ കോഴീൻ്റെയും താറാവിൻ്റെയൊക്കെ ശബ്ദം കേട്ടിട്ടാണ് ഉണരുക. ഇപ്പോൾ ഇവിടെ എല്ലാം വിളവെടുപ്പ് കഴിഞ്ഞിട്ടുള്ള സമയമാണ് കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ ഡിസംബറിലാണ്. അല്ലെങ്കിൽ ഇവിടെയൊക്കെ നല്ല പച്ചപ്പായിരിക്കും. ഇവിടെയുള്ള ഈ ചെറിയ വഴികളിലൂടെയൊക്കെ നമുക്ക് വാക്കിങ്ങിനോ സൈക്ലിങ്ങിനോ ഒക്കെ പോകാം. നല്ലൊരു റിഫ്രഷിങ് ഫീലാണ് കേട്ടോ.
താങ്ക്സ് ഫോർ വാച്ചിങ്. എൻ്റെ വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.